ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിൽപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിൽപ്പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ശ്രുതി ആൻ്റണിക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു വീഡിയോ ആൻ്റണി തനിക്കറിയാവുന്ന ഒരു യൂട്യൂബറിൻ്റെ കൈകളിലായിട്ട് ഏൽപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു വീഡിയോ നമ്മുടെ ശ്രുതിയും എല്ലാം തന്നെ യൂട്യൂബിലൂടെ കാണുന്നത് ഇന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെയാണ് നമ്മുടെ ചന്ദ്രയും ഒരു വീഡിയോ കാണുന്നുണ്ട്. പിന്നീട് ചന്ദ്ര നേരെ കൊട്ടും കലാശവും എടുത്തുകൊണ്ട് തന്നെ ശരത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും ശരത്തിന് ഒരുപാട് തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് രേവതിയും വീട്ടിലുണ്ടാവും. രേവതി തടയുന്ന സമയത്ത് ശ്രുതി മുഖാന്തരം തന്നെ ഒരു വീഡിയോ രേവതിയും വീട്ടുകാരും കാണുകയും അവരാകെ തളർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്തും ശരത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി നിൽക്കുന്ന ചന്ദ്രയോടായിട്ട് ഇവർ 3 പേരും കേണ് കരയുന്നുണ്ട്. ശരത്തിനെ കൊണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ആ ഒരു വീടിൻ്റെ ഓണർ ഇടപെട്ടുകൊണ്ട് തന്നെ ചന്ദ്രനെ അവിടുന്ന് പറഞ്ഞയക്കട്ടെ, എന്നിരുന്നാലും ശരത്തിനെ താൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും എന്നുള്ളൊരു വാശിയോട് കൂടി തന്നെയാണ് ചന്ദ്ര അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇതിനെല്ലാം തന്നെ പിന്നിൽ കളിച്ചിരിക്കുന്ന ശ്രുതി ആയതുകൊണ്ട് തന്നെ കുറച്ച് എപ്പിസോഡുകളിലൂടെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വെറുത്തിരിക്കുന്ന ഒരു ക്യാരക്ടറും ശ്രുതിയാണ്. അങ്ങനെയുള്ള ശ്രുതിക്കെതിരെയായിട്ട് ഒരാളും കൂടി രംഗത്തേക്ക് വരായിട്ട് നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ശ്രുതിക്ക് വേണ്ടിയിട്ട് പാര വയ്ക്കുന്നതിനായിട്ട് നവീന് കൂട്ടായിട്ട് ഒരാളും കൂടി രംഗത്തേക്ക് വരുന്നുണ്ട്. അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം കേട്ടോ. അതായത് നമ്മുടെ ശ്രുതി നവീനെതിരെ കൊട്ടേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ സച്ചിയുടെ ഫോൺ മോഷ്ടിച്ചത്. പക്ഷേ ആ ഒരു ലാഭത്തിന് വേണ്ടി മാത്രമല്ല ഈ ഒരു വീഡിയോ വൈറലാവുന്ന മതി സച്ചിക്ക് രേവതിക്ക് നല്ല തിരിച്ചടി കിട്ടും എന്നുള്ള അറിയാവുന്നത് കൊണ്ടും കൂടിയിട്ടാണ് ശ്രുതി ഇങ്ങനൊരു ചതി നമ്മുടെ സച്ചിയോട് രേവതിയായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ശ്രുതി തൻ്റെ കയ്യിലുള്ള വീഡിയോ ആൻ്റണിക്ക് കൊണ്ട് കൊടുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ആൻ്റണിയോടായിട്ട് ആദ്യം പറയുന്നത് നവീനെയും കൊണ്ട് വന്നാൽ മാത്രം ഈ ഒരു വീഡിയോ നിനക്ക് തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നവീനെ കൂട്ടിക്കൊണ്ട് ആൻ്റണി ഗുണ്ടകൾ വരികയും അന്നേ ദിവസം രാത്രി നല്ല രീതിയിൽ തന്നെ നവീനെ കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. പിറ്റേന്ന് നേരം വീടുമ്പോൾ തന്നെ ആൻ്റണി വിളിച്ചിട്ട് ശ്രുതിനോടായിട്ട് പറയുന്നുണ്ട്, നീ എത്രയും വേഗം ഓഫീസിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെയും മീരനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താട്ടോ. അവിടെ ചെല്ലുന്ന സമയത്താണ് നമ്മുടെ നവീൻ്റെ കണ്ടീഷൻ ആകെ മോശമാണ്. നവീൻ ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചുകൊണ്ട് ആകെ തളർന്ന സ്ഥിതിയിലായി കിടക്കുന്നു കാണുമ്പോഴത്തേക്കും മീരെ ശ്രുതിയും കാര്യം തിരക്കുന്നുണ്ട്. പെട്ടെന്ന് ആന്റണി പറയുകയാണ്, ഞങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും കൈകാര്യം ചെയ്യില്ല, പക്ഷേ ഇന്നലത്തെ നല്ല രീതിയിൽ തന്നെയുള്ള കൈകാര്യം മൂലം ഇവൻ കോമ സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണ്. ഇവന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. തനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ട്, അവൻ ഡോക്ടറായിരുന്നു, അവൻ വന്ന് ഇവൻ ചികിത്സിച്ച സമയത്ത് കേരളത്തിലെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പോലീസ് കേസ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് നമുക്കൊക്കെ ചികിത്സിപ്പിക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് നല്ല ചിലവ് വരും, 2 ലക്ഷം രൂപ ചിലവ് വരുമെന്ന് ആന്റണി പറയുമ്പോഴത്തേക്കും ശ്രുതി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. മാത്രമല്ല ശ്രുതി ഇതിൽ നിന്ന് പിൻവലിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആന്റണി പറയുകയാണ്, ഇങ്ങോട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ട ശ്രുതി, ഇതിൻ്റെ പിന്നിൽ നീയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ കള്ളക്കളി എല്ലാം വെളിച്ചത്ത് വരും, നിന്നെ പോലീസും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അതുകൊണ്ട് നീ എത്രയും വേഗം പണം എനിക്ക് തരണമെന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിക്ക് എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, പണം നൽകിയേ മതിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആന്റണിക്ക് പണം നൽകാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി വളരെ സങ്കടത്തോട് തന്നെയാണ് ശ്രുതിയും മീരയും കൂടി അവിടുന്ന് പോകുന്നതായിട്ട്. പക്ഷേ അതിന് ശേഷമാണ് നമ്മളെല്ലാം അതിശയിപ്പിച്ചുകൊണ്ട് തന്നെ വേറൊരു കാര്യം കൂടെ അവിടെ നടക്കുന്നുണ്ട്. നവീനും ആന്റണിയും കൂടി കളിച്ചൊരു കളിയാണ് ഇത്. നവീൻ മുഖാന്തരം തന്നെ ആന്റണി എല്ലാ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ നവീൻ മുഖാന്തരം ആന്റണി അറിയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട് അവളിങ്ങനെ കള്ളത്തരം കാണിക്കുന്നതെന്നും അവളുടെ യഥാർത്ഥ പേരെന്താണെന്നും കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുള്ള എല്ലാ കാര്യങ്ങളും നവീനോടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ആന്റണി നവീനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു പക്ഷേ ആന്റണിയായി തന്നെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ശ്രുതിയുടെ കാല് വരുന്ന ശ്രുതിക്കായിട്ടുള്ള 8ൻ്റെ പണി വരുന്ന ഭാഗങ്ങളാണ് ഇനി കാത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നവീനും ആന്റണിയും കൂടി ഒന്നായിട്ടാണ് ഇനി ശ്രുതിക്കായിട്ടായിട്ട് 8ൻ്റെ പണി നൽകാൻ പോകുന്നതായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.